മലയാളികളുടെ സ്വപ്ന ഭൂമിയായിട്ടുള്ള ദുബായിലേക്ക് യുദ്ധത്തിന്റെ കരിനിഴൽ വീണിരിക്കുന്നു. പതിറ്റാണ്ടുകളായിട്ട് ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകിയ UAE നഗരങ്ങൾ ഇന്ന് കടുത്ത ആശങ്കയിലാണ്. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന US ഇറാൻ യുദ്ധം ദുബായിലെ തൊഴിൽ വിപണിയെ ബാധിക്കുന്നു എന്നുള്ള ആശങ്ക ശക്തമാണ്. അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. പ്രവാസികളുടെ ഭാവി ഉലയ്ക്കുന്ന ആ ഒരു പുതിയ പ്രതിസന്ധിയുടെ വിവരങ്ങളുമായിട്ട് PJ വിൻസെന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാണ്. പകുതി ശമ്പളം ആകുന്നു, കൂട്ട പിരിച്ചുവിടൽ ആകുന്നു, കമ്പനികൾ പൂട്ടുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ്. ഈ ക്രൂഡ് ഓയിൽ വില കൂടുന്നതനുസരിച്ച് ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഇത്തരം രീതിയിലുള്ള നീക്കങ്ങൾ കൂടി ഈ ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നത്. അതെ, ഇത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ മാത്രമല്ല, വൻ വ്യവസായ സ്ഥാപനങ്ങൾ കൂടി മാന്ദ്യത്തിലേക്ക് പോകുന്നതിന്റെ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ദുബായിക്ക് വലിയ പ്രാധാന്യമുണ്ട് ആഗോള സമ്പദ്ക്രമത്തിൽ. ന്യൂയോർക്കും ചിക്കാഗോയും ഒക്കെ മഹാനഗരങ്ങളായി ലോകത്തിന്റെ ഇൻസ്റ്റന്റ് വേൾഡ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ ലോകത്തിലെ കോസ്മോപൊളിറ്റൻ സിറ്റി എല്ലാ അർത്ഥത്തിലും ദുബായിയാണ്. ലോകത്തിലുള്ള ഒട്ടുമിക്ക മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും ഒക്കെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ദുബായിലാണ് സ്ഥാപിക്കുന്നത്. ലോകത്തിലെ സമ്പന്നരായ മനുഷ്യർക്കെല്ലാം എല്ലാവരും ദുബായിൽ റെസിഡൻസ് ഇല്ലാത്തവർ അപൂർവമാണ്. അങ്ങനെ ലോകത്തിന്റെ ഒരു ഡെസ്റ്റിനേഷനായി മാറിയ ഒരു നഗരമാണ് ദുബായ്. മലയാളികളെയും ഇന്ത്യക്കാരെയും സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും അധികം മലയാളികൾ ഉള്ള ഒരു നഗരം, ഗൾഫിലെ നഗരം ദുബായ് ആയിരിക്കും. ദുബായ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തന്നെ നാട്ടിലെ ഒരു മഹാനഗരം പോലെ അത്ര സുപരിചിതമാണ്. മാത്രവുമല്ല, എണ്ണ അവിടെ ഇല്ലാതായിട്ട് വളരെ കാലമായി. ഒരു തുള്ളി എണ്ണ പോലും ദുബായ് ഖനനം ചെയ്തെടുക്കുന്നില്ല. എന്നിട്ടും ആ നഗരം ഇത്രയും സമ്പൽ സമൃദ്ധിയോടുകൂടി ഇരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ ടൂറിസം മേഖലയുടെ വളർച്ച, അതുപോലെ ഏറ്റവും സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം, സുസ്ഥിരതയുള്ള ഭരണകൂടം, എല്ലാവിധ സുരക്ഷയും ഒരുക്കുന്ന അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ ക്രമം എന്നിങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ചേർന്നപ്പോഴാണ് ദുബായ് ഒരു വിശ്വോത്തര നഗരമായി വളർന്നത്. ഇന്ന് ആ നഗരം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഗൾഫ് മേഖല മൊത്തത്തിൽ യുദ്ധത്തിൽ അമർന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൽ ഏറ്റവും അധികം ബാധിക്കുന്ന നഗരങ്ങളിൽ ഒന്ന് ദുബായ് ആയിരിക്കും. കാരണം അവിടെ യുദ്ധത്തിന്റെ സാധ്യത വരുന്നതോടുകൂടി മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളടക്കമുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സുകൾ ഇനി ഒരുപക്ഷെ ദുബായിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചേക്കാം. അവരുടെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന് ടൂറിസമാണ്. ഈ ടൂറിസം സെക്ടർ വലിയ പ്രതിസന്ധി നേരിടും. യുദ്ധം നടക്കുന്ന ഒരു നഗരത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഡ്രോൺ, മിസൈൽ വന്ന് പതിക്കാൻ സാധ്യതയുള്ള ഇടത്തിലേക്ക് ആരും ടൂറ് പോകില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധിയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ തൊഴിൽ മേഖല തളരും, കൂട്ട പിരിച്ചുവിടലുണ്ടാവും. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും. അത് മലയാളികളോ ഇന്ത്യക്കാരോ മാത്രമല്ല, നോർത്ത് ആഫ്രിക്കൻ മേഖലയിലുള്ള എത്രയോ ആളുകളാണ് ദുബായിൽ ജോലി ചെയ്യുന്നത്. ഇവർക്കൊക്കെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലെ മറ്റു നഗരങ്ങളിലും. ഗൾഫ് രാജ്യങ്ങൾക്ക് പൊതുവിലും ഉണ്ടാകുന്ന സാഹചര്യം ഇതാണ്. ഇതിൽ UAE പ്രത്യേകമായി ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നു എന്നതുകൂടി വളരെ പ്രസക്തമാണ് ഈ സാഹചര്യത്തിൽ. നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഒരു മിസ്റ്റീരിയസ് മിസൈൽ അറ്റാക്ക് ഇറാനിൽ ഉണ്ടായത്. അത് ഇസ്രായേലോ അമേരിക്കയോ അല്ലാത്ത ഒരു ശക്തി ഇറാന്റെ ചില തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ സ്ട്രൈക്ക് നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു. അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ UAE ആയിരിക്കാം എന്നുള്ള നിലയിലുള്ള ചർച്ച അന്ന് വന്നിരുന്നു. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുമായിട്ട് അടുത്ത സഖ്യം പുലർത്തുന്ന ഒരു ഭരണകൂടമാണ് UAE ഉള്ളത്. അപ്പോൾ UAEക്കെതിരായിട്ട് ഇപ്പോൾ അക്രമം കടുപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഖത്തറും അതുപോലെ ഒമാനും ഒക്കെ ഒരു ഹാർഡ് ലൈൻ പോളിസി പലപ്പോഴും ഇറാനോട് എടുത്തിരുന്നില്ല. അതേസമയം ഇറാന്റെ കാര്യത്തിൽ ശക്തമായ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു ഭരണകൂടം കൂടിയാണ് UAE ഉള്ളത്. ഏതായാലും യുദ്ധം
അതായത് മിഡിൽ ഈസ്റ്റിലൊക്കെ വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലേക്കൊക്കെ ഇറാൻ്റെ മിസൈൽ വന്ന് പതിക്കുന്നു. കഴിഞ്ഞ ദിവസം കുവൈറ്റിലും ഖത്തറിലും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു. ഇപ്പോൾ ജോർദാനിൽ ആക്രമണം നടന്നു. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും കൂടി ഈ ഒരു ആക്രമണം തുടരുമ്പോൾ അതും ഈ ജനജീവിതത്തെയും അതുപോലെ തന്നെ ഹോർമുസ് അടഞ്ഞു കിടക്കുന്നതും ഒക്കെ വലിയൊരു വെല്ലുവിളിയായി മാറില്ലേ? കാരണം ഈ യുദ്ധം ആർക്കും തന്നെ നിർത്താൻ കഴിയുന്നില്ല. മുജ്തബ ഖമേനി പറയുന്നു ട്രംപിൻ്റെ ഒപ്പിനൊരു വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുന്നത് മൊത്തം ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അതെ, അതാണ് പ്രതിസന്ധി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പുറത്തേക്കുള്ള കണക്ടിവിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടത് കടൽ മാർഗമാണല്ലോ. അവരുടെ എണ്ണയും പ്രകൃതിവാതവും പുറത്തേക്ക് പോകണമെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വഴി പോകണം. അവർക്ക് എണ്ണയല്ലാതെ കാര്യമായ വരുമാനവുമില്ല. അപ്പോൾ അവരുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തകർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഹോർമുസ് കടലിടുക്ക് അടച്ചു കിടക്കുന്നത് വഴി. അതോടൊപ്പം കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ, ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ തന്നെ ആ തുടക്കത്തിൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇപ്പോൾ റോഡുകൾ, വിമാനത്താവളങ്ങൾ എന്നിവയും റെസിഡൻഷ്യൽ ഏരിയ അടക്കം ഇറാന്റെ ആക്രമണത്തിന് വിധേയമാകുന്നു. അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്നും ഒത്തിരി പ്രവാസികൾക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അവിടെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് പുറത്തേക്കും പോകണം. അതിനാകെപ്പാടെയുള്ള കണക്ടിവിറ്റി വ്യോമമാർഗവും കടൽ മാർഗവും അല്ലേ പോകാൻ പറ്റുള്ളൂ. കരമാർഗമുള്ള റോഡ് വഴി അവിടുന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ കടൽ മാർഗമുള്ള ഗതാഗതവും അതുപോലെ വ്യോമ ഗതാഗതവും കൂടി തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിരന്തരമായി വന്നു പതിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഏത് നിമിഷം വേണമെങ്കിലും വിമാനത്തിൽ തട്ടി അപകടമുണ്ടാവാം. വിമാനത്താവളങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യരുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച് ജൂൺ 7-ന്റെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ധാരണാപത്രത്തിൽ എത്തുന്നവരെയുള്ള കാലത്ത് ഇടയ്ക്കെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നിലപാട് ട്രംപ് സ്വീകരിച്ചിരുന്നു. അതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്ന് മാന്യമായ ട്രീറ്റ്മെന്റ് ഉണ്ടാവണമെന്ന വാദമുണ്ടായിരുന്നു. അതുപോലെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഒമാൻ, അതുപോലെ ഒരു പരിധിവരെ ഖത്തർ, പാകിസ്ഥാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സമാധാന ശ്രമത്തിന്റെ പാതയിലായിരുന്നു. എന്നാൽ ഈ സംഘർഷം വീണ്ടും ആരംഭിച്ചതിനെ തുടർന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം, ഈ സമാധാന പ്രക്രിയയ്ക്ക് മാധ്യസ്ഥം വഹിച്ചിരുന്ന രാജ്യങ്ങൾ ഒന്നും പറയുന്നില്ല. ആ സമാധാന പ്രക്രിയയുടെ ഒരു സാധ്യത പോലും നമ്മുടെ മുന്നിലില്ല. രണ്ടാമത്തെ കാര്യം, ട്രംപും അതുപോലെ ഇറാനിയൻ ഭരണകൂടവും ഈ യുദ്ധം ഒരു തരത്തിലും നിർത്തില്ല, ഇതിന്റെ അവസാനം കണ്ടിട്ടേ പിന്മാറുള്ളൂ എന്ന നിലയ്ക്ക് ആക്രമണം ഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ദിശയിൽ ഗൾഫ് മേഖല മൊത്തം യുദ്ധത്തിന്റെ അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഈ നമുക്കറിയാം, ഈ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന UAE കപ്പലിനകത്തൊക്കെ ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആക്രമണത്തിലൊക്കെ അവർ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നടക്കുന്ന സമയത്താണ് ഈ യുദ്ധം കനക്കുന്നത്. അപ്പം ഏതെങ്കിലും തരത്തിൽ ഇനിയും കപ്പൽ അതുവഴി കടത്തി കഴിഞ്ഞാൽ ആക്രമിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഈ ആക്രമണം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. ഈ ഹോർമുസ് മാത്രമല്ല, യുദ്ധത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ചെങ്കടൽ കൂടി അടയ്ക്കും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഹൂത്തികൾ ചെങ്കടൽ അടച്ചു കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമാകില്ലേ? കാരണം നിലവിൽ നമുക്കറിയാം വലിയ പ്രതിസന്ധിയാണ് ഉള്ളത്. ഈ ചെങ്കടൽ കൂടി അടയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം ദശലക്ഷം ബോട്ടുകളാണ് അതുവഴി കടന്നു പോകുന്നത്. അപ്പം ഈ ചെങ്കടൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ അടച്ചു കഴിഞ്ഞാൽ അതും വലിയ വെല്ലുവിളിയാകില്ല? അത് ലോകം മൊത്തത്തിൽ ബാധിക്കില്ലേ? അത് ബാബൽ മന്ദാബ്, ദി ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്നറിയപ്പെടുന്ന ഒരു ഇടുങ്ങിയ കപ്പൽപാതയാണ് അത്. ആഫ്രിക്കൻ രാജ്യമായ ഡിജിബോട്ടിയും അതുപോലെ യമനും, അറേബ്യൻ പെനിൻസുലയിലുള്ള യമൻ രാജ്യത്തിനെയും ഇടയിലാണ് ഈ കടലിടുക്കുള്ളത്. അത് മധ്യധരണിയാടിയിൽ നിന്ന് തുറന്നു വരുന്ന ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏഡനെയും ബന്ധിപ്പിക്കുന്ന വളരെ ഇടുങ്ങിയ കപ്പൽപാതയാണ്. അത് ഹോർമുസ് കടലിടുക്കിനേക്കാൾ ചെറിയ കപ്പൽപാതയാണത്. അത് യമനിലുള്ള ഹൂത്തികൾക്ക് ഈ ബാബൽ മന്ദാബ്, ദ ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്നറിയപ്പെടുന്ന ഈ ചെറിയ
കടൽ മാർഗം അത് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഈ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിലും ആ ദിശയിലുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടില്ല. പക്ഷേ അത് ആക്രമിക്കാനുള്ള അവിടേക്ക് ഹൂത്തികളുടെ കയ്യിൽ ധാരാളം മിസൈലുകളുണ്ട്. അവരുടെ അടുത്ത് ഡ്രോണുകളുണ്ട്. ഇസ്രായേൽ വരെ എത്തുന്ന മിസൈലുകളുടെ ശേഖരം അവരുടെ കയ്യിലുണ്ട്. 2023 ഗസായുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് എത്രയോ തവണ അവർ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുകയുണ്ടായി. ഇത് സൂചിപ്പിക്കുന്നത് ഹൂത്തികൾക്ക് ആ മേഖലയിലുള്ള കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താൻ പറ്റുന്ന വിധം ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ശേഖരമുണ്ട്. അത് തൊടുത്തു വിടാൻ പറ്റുന്ന വിക്ഷേപണ തറകളുണ്ട്. മാത്രവുമല്ല വളരെ സുസംഘടിതമായിട്ടുള്ള ഒരു മിലീഷ്യ കൂടിയാണ് ഹൂത്തികൾ. അപ്പോ ആ മേഖലയിൽ ഹൂത്തികൾ കൂടി പിടിമുറുക്കി കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഹൈവേ ഓഫ് സീബോൺ ട്രേഡ് ആണത്. എത്രയോ ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളായി നാവിക ഗതാഗതം നടക്കുന്ന ഒരു മേഖലയാണ്. തെക്കൻ ചൈന കടലിൽ നിന്ന് ആരംഭിച്ച് സിംഗപ്പൂർ സ്ട്രെയിറ്റും ഗൾഫ് ഓഫ് മലാക്കയും ഒക്കെ കടന്ന് അറേബ്യൻ സീയിലെത്തി അവിടെ നിന്ന് ഈ ബാബൽ മൻഡാഫ് വഴിയാണ് ചെങ്കടലിൽ വരുന്നത്. ചെങ്കടലിൽ നിന്ന് മധ്യധരണിയാഴിയിലേക്ക് കടന്ന് യൂറോപ്പ് വരെ പോകുന്ന ഒരു വലിയ കപ്പൽപാതയാണ്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ തന്നെ ഈ കപ്പൽ ഗതാഗതത്തിന്റെ 40% കടന്നു പോകുന്നത് ഈ മേഖലയിലാണ്. അതുകൂടി പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ അത് ആഗോള സപ്ലൈ ചെയിൻ സിസ്റ്റം മൊത്തം തകരാറിലാകുക എന്നുള്ളതായിരിക്കും ഫലം. തീർച്ചയായിട്ടും ഹൂത്തികൾ ആ മേഖലയിൽ പിടിമുറുക്കി തുടങ്ങിയിരിക്കുന്നു. ചില ആക്രമണങ്ങൾ അവർ ഓൾറെഡി നടത്തി കഴിഞ്ഞു. ഇതെല്ലാം വലിയ പ്രതിസന്ധിയാണ്. ആ മേഖലയിൽ തുടർച്ചയായിട്ട് ഈ എത്യോപ്യൻ കടൽക്കൊള്ളക്കാരുടെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാവിക സേനയുടെയൊക്കെ വളരെ ഗംഭീരമായ ഇടപെടലാണ് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഒരുപക്ഷെ ഹൂത്തികളുടെ ആക്രമണം കൂടി ആ മേഖലയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ആ കടലിടുക്കിലൂടെയുള്ള യാത്ര കൂടി സമുദ്ര വ്യാപാരവും കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നന്ദി പി ജെ വിൻസെന്റ്. എന്തായാലും ഈ ഗൾഫ് മേഖലയിൽ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളുമായിട്ട് വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസെന്റ് ആണ് നമ്മളോടൊപ്പം ചേർന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി ലോകം മൊത്തം നേരിടും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ യുദ്ധം കനക്കുമ്പോൾ സമാധാനം എന്ന് പറയുന്നത് അകലെയാണ്. പശ്ചിമേഷ്യ ആകെ ഭീതിയിലാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.